ഈ മോഹൻലാലിന്റെ പഴയ സിനിമകളൊക്കെ ഭയങ്കര അഭിനയമാണ്, മോഹൻലാൽ ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ചില പോസ്റ്റൊക്കെ എടുത്ത് ചെയ്ത് കളയും. എന്തോ ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ F1 എന്ന് പറഞ്ഞ പടം കണ്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ബ്രാഡ് പിറ്റിന് പകരം ഈ ടൈറ്റിലൊക്കെ എഴുതി പകരമൊന്നല്ല, മോഹൻലാൽ ഏതോ പണ്ടം കണ്ടുകൊണ്ട് പാട്ട വണ്ടി ഓടി റേസിംഗിൽ പങ്കെടുത്ത മോഹൻലാലിനെ കണ്ടോണം. മോഹൻലാൽ ഭയങ്കര അഭിനയമാണെന്ന് പറയുന്നതിനകത്തുള്ള കുഴപ്പം ഇതാണ്. ഇത് ശ്രദ്ധിച്ചോണേ, ഇത് കണ്ടോണേ, അത് കണ്ടാണേ, ഇത് കണ്ടോണേ, അതാണോ മോഹൻലാൽ ഇരിക്കുന്നുണ്ടോ? മോഹൻലാൽ ഭയങ്കര നടനാണ്, അങ്ങ് അഭിനയിച്ച് കളയും. ഒരു റേസിംഗ് കാറിൽ ഇരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു ടാക്സി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പലർക്ക് സാധനം മേടിക്കാൻ പോകുന്ന ഒരു ഭാവത്തിലാണ് പുള്ളി ഇരിക്കുന്നത്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ടോപ്പ്. ഇയാൾക്ക് അതിന് മുമ്പ് ഈ പണിയെടുക്കുന്നതിന് മുമ്പ് പോയി നോക്കാൻ മേലാണ്. ഏതെങ്കിലും റേസിംഗ് നടക്കുന്നതിൻ്റെ വീഡിയോ വല്ലതും എടുത്ത് കണ്ടിരുന്ന അതിനകത്ത് അവരുടെ ആ ഒരു മുഖഭാവം എന്താണെന്നെങ്കിലും മനസ്സിലായാൽ. ഇതൊരുമാതിരി തന്നെ ഇരിക്കുമോ, മൊണ്ണ ഇരിക്കുന്ന പോലെ. ഇങ്ങനെയാണ് അവിടെ ഈ റേസിംഗ് കാർ ഓടിക്കുന്നവരൊക്കെ ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ. F1 എന്ന് പടം കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു, പക്ഷേ ഇതുവരെ തീരുമാനിച്ചില്ല. പറ്റിയാൽ പോവും. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ട് ഈ സീനകത്ത് വീണ്ടും കുഴപ്പമുണ്ടേ. ഇയാൾ ഇരിപ്പ് ഒന്നുകൂടെ കണ്ടോ, നോക്കണം, കോമഡിയാണ്. കണ്ടോണേ, വണ്ടിക്കകത്തിരിക്കുന്നതാണ്, പലർക്ക് സാധനം മേടിക്കാൻ പോകുന്നത്. പലർക്കിടെ പോയിട്ട് വരാവേ. കണ്ടോ ഭാവം കണ്ടോണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇതിന് മുമ്പ് എവിടെയില്ല? നടക്കുന്നുണ്ടോ? ഇനി ചെന്നൊരു നിപ്പ് നിൽക്കുവേ, അവിടെ കണ്ടോ സ്റ്റിയറിംഗിലൊക്കെ പിടിച്ച് നിൽക്കുന്നതാ. ഇയാൾക്ക് ബെല്ല ഐഡിയ ഉണ്ടോ? ഇനി ലാസ്റ്റ് സീൻ കണ്ടോ, ഒരു ട്രോഫി വെക്കുന്നുണ്ട്. ഈന്ന് വേണം ഒന്നുകൂടെ കണ്ടോ, രണ്ട് സാധനം വരുന്നതാണേ. മോന്ത കണ്ടോണേ, കണ്ടോ ഓ ഓ പുള്ളി ഇരിക്കുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്, എന്താ സ്റ്റിയറിംഗ് പിടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റേ സുധി ഓട്ടോയുടെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെയല്ലേ തോന്നിയുള്ളൂ. ഇനി അടുത്ത സാധനമുണ്ട്. ഇനി കണ്ടോ ആ ട്രോഫിയൊക്കെ നമുക്ക് തിരിഞ്ഞു വരുന്നൊരു അയ്യോ അന്യായം അളിയാ, സമ്മതിക്കണം. ആ ഷോട്ട് തന്നെ ഡയറക്ടർ പറഞ്ഞോ തിരിഞ്ഞു വരാൻ. എവിടെ നിന്നിറങ്ങിയ വാണ കുറ്റികളാണ് ഇതൊക്കെ. സിനിമ ഉണ്ടാക്കാൻ വന്നേക്കെ ഒരു ഐഡിയ ഇല്ലെന്ന് ഒന്നും. തിരിഞ്ഞ് കറങ്ങിക്കോളെ, അങ്ങനെയല്ലേ ട്രോഫി ഒക്കെ. ഇങ്ങനെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് തിരിയുന്ന ആരും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എവിടെ ജീവിക്കുന്ന ഇവർക്ക് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തിരിഞ്ഞു കളിക്കാൻ? അങ്ങനെ സിനിമയാണ്. എനിക്ക് ഇരിപ്പാണ് ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ഒന്നെങ്കിൽ ഒരു ടാക്സി കണ്ടോ വന്നിട്ട് നിൽക്കുന്നുണ്ട് സുധി ഓട്ടോ സ്റ്റാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട്. ഇത് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ സീനിന് മുമ്പ്? ഏതെങ്കിലും റേസിംഗ് കണ്ടിട്ടുണ്ടോ? നോക്കിക്കോണം. അപ്പം അറിയാം ഈ വിടലുകൾ എന്തോ പ്രശ്നമാണ്. ഈ വിടലുകൾ ഇമാർ ഈ സാധനം ഒന്നും കണ്ടിട്ടുണ്ട്. ഇയാൾക്കൊക്കെ ഈ നാട്ടിൻപുറത്തുള്ള ഉടായ്പ അമ്പല കമ്മിറ്റി, പിന്നെ ഈ ഊള സീനൊക്കെ കാണിക്കാൻ വിടുകയാണ്. ഒരു അമ്പലപ്പറമ്പിൽ ചെന്ന് തൂറി എറിയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ. മടി നല്ല ആൾക്ക് അറിയാം, ശരിക്കും അറിയാം. പിന്നെ ഇവിടുത്തെ ഈ തറ ലോക്കൽ പരിപാടികളെല്ലാം അറിയാം. തറ പരിപാടികൾ കള്ള് കുടിച്ചിട്ട് കിടന്ന് ചേപ്പ് കുത്തുക, പിന്നെ ഈ അടിപിടി ഉണ്ടാക്കുക, കച്ചറ ഡയലോഗ് പറയുക, എന്നെ വീടുകളിലൊക്കെ ഉള്ള സാധനം കണ്ടൻ കൊണ്ടാനൊക്കെ പറഞ്ഞാലൊക്കെയല്ല നീലകൊണ്ടുണ്ട് അങ്ങനെ പറഞ്ഞ കഥാപാത്രമൊക്കെ ഇല്ല. അതുപോലെ സാധനമൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ നല്ല വൃത്തിക്ക് കാണിക്കും. പിന്നെ മുണ്ടൊക്കെ മടക്കി കുത്തി ചാടാനും ഡയപ്പർ കാണിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയില്ല. പിന്നെന്താ പുള്ളി ചെയ്യുന്നത്? പിന്നെ പാട്ട് പാടും, ലിപ്സിംഗ് അടിക്കും. സൂപ്പർ ലിപ്സിംഗ്, കള്ളു കുടിച്ച് അഭിനയിക്കും. പിന്നെ ഇങ്ങനെ ഈ തബല ഹാർമോണി ഇങ്ങനത്തെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊട്ടുമൊക്കെ ചെയ്യും. കൊട്ടുന്ന പോലെ കാണിക്കാനൊക്കെ അറിയാം. പക്ഷെ വല്ല ഗിറ്റാറോ വയലിനൊക്കെ എടുത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല ഈ ഒരു എന്താ പറയണ്ടത്, നമ്മുടെ ഈ നാട്ടിലുള്ള ചേപ്പത്തൊക്കെ നല്ലപോലെ അറിയാം. ഡപ്പാങ്കുത്ത് ഡാൻസ് അതൊക്കെ പറ്റും. ഒരുമാതിരി ഡാൻസ് ഒക്കെ ഇല്ലേ, അതിവിടുത്തെ ശരിയല്ല, എല്ലാം ചെയ്യുന്ന സാധനം തന്നെ. എനിക്കന്ന് ഇപ്പ് കണ്ടിട്ട് അവിടെ ഒന്ന് പോസ് ചെയ്യാൻ നോക്കട്ടെ. ഇതാണേ നിൽക്കുന്നതാണ്. അയ്യോ എന്നാ ഉണ്ട് സുഖമല്ലേ എന്നൊക്കെ. മുന്നേ 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 നിൽക്കുന്നത്. ഇതാണ് ഇതിനാ നോക്കണം. മുന്നേ മുന്നേ നോക്കണേ. മുന്നേ 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 മോനെ മുന്നേ മുന്നേ ഇല്ലേ ഒക്കെയാണ് മുന്നേ. അയ്യോ അയ്യോ അതുകൊണ്ട് പിള്ളേർ ചാടാൻ വരുമ്പോൾ ചാടിയ മുന്നേ ട്രോഫി കിട്ടി മുന്നേ. അയ്യേ എന്താണ് ഇച്ചിരി ഉള്ളതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. ഇയാളെ പഴയതൊക്കെ എടുത്ത് നോക്കിയാണല്ലോ കുറേ ഇങ്ങനത്തെ ബോറ് പരിപാടി കാണാൻ പറ്റും. ബോധം ഒരു ഐഡിയ ഇല്ലാതെ ഈ ചുമ്മാ വാണ പരിപാടികൾ, ഒരു ബോധവും ഇല്ല വെളിവും ഇല്ല, ചുമ്മാ ആണ്ടെ കാണിച്ച കൂട്ടും. ഇതേപോലത്തെ വണ്ടിക്കത്തൊക്കെ ഇരുത്താൻ പറ്റും. മുതലാണോട്ട് ചെയ്ത് അതിനെ കണ്ടാലും പിടിച്ചതിനകത്ത് കയറ്റി വെക്കും. ഇവൻ എന്താ ഇവിടെ പണി കഴിക്കത്തില്ലേ? ഇവനാരാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടതെന്ന് വന്ന് നിൽക്കുക. എന്നെ മുന്നേ എല്ലാക്കെല്ലാം മുന്നേ അതാ കാണിച്ചത്. ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിൽക്കുന്നൊരു നിപ്പ് കണ്ടിട്ടില്ലേ? ആ നിപ്പാ പുള്ളി കാണിച്ചത്. അത്രേ അറിയത്തുള്ളൂ. ഭയങ്കര നടനാണ്. ഓൺ ദ സ്പോട്ട് അങ്ങ് തൊലിക്കുക. ഇതൊന്നും പിന്നെ സ്പോട്ടിൽ പോലും പറ്റുന്നത്. ഇത് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട്